കോഴിക്കോടേക്ക് പോകാം. AK ലതീഷ് ചേരുകയാണ്. ലതീഷ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് സാധാരണ നിലയിൽ കാണുന്ന കൊട്ടിക്കലാശത്തിന് ഒരു ആവേശമുണ്ട്. അതാണ് എല്ലായിടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിനും കാണുന്നത്. കോഴിക്കോടും എങ്ങനെയാണ് കാഴ്ചകൾ? കോഴിക്കോടും അതിന്റെ ഏറ്റവും ആവേശകരമായ മണിക്കൂറുകളിലേക്ക് പ്രചാരണ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. ആ നിലയിൽ ഏറ്റവും ആവേശകരമായ കൊട്ടിക്കലാശത്തിലാണ്. ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞാനിപ്പോൾ ഉള്ളത് LDFന്റെ സ്ഥാനാർത്ഥി മുസാഫർ അഹമ്മദിന്റെ പ്രചരണ ഭാഗത്തിനൊപ്പമാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് എന്നോടൊപ്പമുണ്ട്. പ്രചരണത്തിന് ആവേശം പകരാൻ എങ്ങനെയാണ് കോഴിക്കോട് ഇത്തവണ? കോഴിക്കോട് LDF തരംഗമാണ്. LDFന് വലിയ അനുകൂലമാണ്. കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ്റെ ഭരണം, ജില്ലയിലാകെ സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനം, വികസന പ്രവർത്തനം, പിന്നെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാവരും മികച്ച നിലയിൽ മുന്നോട്ട് പോയി. അതിന് വലിയ അംഗീകാരമാണുള്ളത്. ശരി ലതീഷ്, കോഴിക്കോടെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരാണ് അവിടെ ഈ കൊട്ടിക്കലാശത്തിന് വലിയ ആവേശമായി ഇടതുമുന്നണിക്കൊപ്പം ചേർന്നിട്ടുള്ളത്. റോഡ് ഷോ ഫിനിഷിംഗ് പോയിന്റായ പയ്യാനക്കൽ എത്തിച്ചേരുകയാണ്. പയ്യാനക്കലിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വലിയ ആൾക്കൂട്ടമാണ് നമ്മൾ കാണുന്നത്. വലിയ ആവേശത്തോടു കൂടിയുള്ള കൊട്ടിക്കലാശത്തിനാണ് കോഴിക്കോട് ജില്ല സാക്ഷ്യം വഹിക്കുന്നത്. അസിത. ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലതീഷ്, വലിയ ആത്മവിശ്വാസം കോഴിക്കോട് ജില്ലയിൽ പൊതുവിൽ നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ടല്ലേ? മുതിർന്ന നേതാക്കളടക്കം എല്ലാ ജില്ലകളിലും ഈ കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകുന്നത് നമ്മൾ കാണുകയാണ്. അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്. സാധാരണ നിലയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെയാണ് നമ്മൾ ഇത്തരം കാഴ്ചകൾ കാണുക. പക്ഷേ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ ഇത്ര വലിയ ആവേശത്തോടു കൂടി മുന്നണികൾ സ്വീകരിക്കുന്നു. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള റിഹേഴ്സൽ എന്ന നിലയിൽ തന്നെയാകുമല്ലേ? തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിഹേഴ്സൽ അല്ലെങ്കിൽ സെമി ഫൈനൽ എന്നുള്ള നിലയിൽ തന്നെയാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സാധാരണ മാറാറുള്ളത്. ആ നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉരകല്ലായി മാറുന്ന സാഹചര്യമാണ് കേരളത്തിൽ പൊതുവേ ഉള്ളത്. അത് ഇത്തവണയും ആ നിലയിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് LDFന്റെ മുഖ്യ പ്രചരണ ആയുധം. ഒപ്പം അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് LDFന്റെ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി മുൻനിർത്തിയുള്ള ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണവും അതിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്കുമാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കൂടുതൽ സ്ഥാനാർത്ഥികൾ മന്ത്രിക്കൊപ്പം ഈ പ്രദേശത്തേക്ക്, പയ്യാനക്കൽ ഭാഗത്തേക്ക് എത്തുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. അസിത. ശരി ലതീഷ്, എങ്ങും വളരെയധികം നിറമുള്ള കാഴ്ചകളാണ്. എല്ലായിടത്തും കൊട്ടിക്കലാശം ഒരേ ആവേശത്തിൽ അതിങ്ങനെ കൊട്ടിക്കയറുകയാണ്. ഇനി 45 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. ദിവസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു. അതിന്റെ പരിസമാപ്തി കൂടിയാണ്. ഇത്ര ദിവസം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അത് ജനങ്ങളിൽ ഏതൊക്കെ നിലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കണക്കുകൂട്ടലാണ് സ്വാഭാവികമായും ഈ ജില്ലകളിൽ, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 6 മണിക്ക് ശേഷം ഉണ്ടാകുക. അതിനു മുൻപ് ഈ ദിവസങ്ങളിലൊക്കെയും നീണ്ട വലിയ പിരിമുറുക്കം കൂടി നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടിയാണ്. അതൊക്കെ ഇങ്ങനെ ആവേശകരമായ നിലയിൽ തന്നെ കൊട്ടിക്കലാശത്തോടുകൂടി സ്ഥാനാർത്ഥികളും മുന്നണികളും ഒപ്പം തന്നെ ഈ പ്രവർത്തകരും ഒക്കെയും അങ്ങനെ വലിയ ആവേശത്തോടു കൂടി തന്നെ അതിനെ സ്വീകരിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് ഉടനീളം നമ്മൾ കാണുന്നത്. എല്ലായിടത്തും ഒരേ ആവേശം. മുൻപ് പറഞ്ഞതുപോലെ തന്നെ സാധാരണ നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെയാണ് ഇത്ര വലിയൊരു ആവേശം. മുതിർന്ന നേതാക്കളടക്കം സ്ഥാനാർത്ഥികളുടെ പര്യടന വാഹനങ്ങളിലൊക്കെ അവസാന മിനിറ്റുകളിൽ പങ്കെടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തന്നെ അത്ര വലിയ ആവേശമാണ്. അതാണ് മുൻപ് ലതീഷ് പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തവണത്തെ സാഹചര്യം നമുക്കറിയാവുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എഴുതിയ ജനവിധി എന്തായിരുന്നോ അത് അക്ഷരാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുന്ന നില നമ്മൾ കണ്ടു. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF തലസ്ഥാനത്തുടനീളം നേടിയ വലിയ മുൻതൂക്കം അത് അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്ന കാഴ്ചയാണ്. സമാനമായ സാഹചര്യം ഇത്തവണയും ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെ പൊതുവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മുന്നണികൾ നടത്തിയിരുന്നു, സ്ഥാനാർത്ഥികൾ നടത്തിയിരുന്നു. LDF വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം മുതൽ കാഴ്ചവെച്ചത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 5 വർഷക്കാലം തദ്ദേശ സ്ഥാപനങ്ങളും കഴിഞ്ഞ 10 വർഷക്കാലം ഈ സർക്കാരും ചെയ്ത ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ ജനവിധി തേടിയത്. UDFനെ, കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തന കാലയളവ് വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപാട് വിഷയങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി, ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ തുടങ്ങി, ഘടകകക്ഷികൾക്കിടയിലെ ജമാഅത്തി ബന്ധത്തിലെ ഭിന്നത തുടങ്ങി, ഏറ്റവും ഒടുവിലെത്തുമ്പോൾ അത് രാഫേൽ മാങ്കുട്ടൽ എന്ന
MLA ഉണ്ടാക്കിയ പ്രതിസന്ധി കോൺഗ്രസിന് UDFന് കരകയറാനാകാത്ത നിലയിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ പ്രതിസന്ധികളൊക്കെ നേരിട്ട പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടുന്ന പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളുടെ ജനവിധിയാണ് മറ്റന്നാളിൽ നടക്കാനിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ നടക്കാനിരിക്കുന്നത് അതിന് മുന്നോടിയായുള്ള കൊട്ടിക്കലാശമാണ്. നാളെ നിശബ്ദ പ്രചാരണ ദിനമാണ്. വളരെ ആവേശത്തിൽ ഇതാ സ്ത്രീകളടക്കം കുട്ടികളടക്കം എല്ലാവരും ഒരേ മനസ്സോടുകൂടി പങ്കെടുക്കുകയാണ്. ഒരേ രാഷ്ട്രീയം അവർ പറയുകയാണ്. അതിൻ്റെ ആവേശകരമായ കാഴ്ചകൾ കൂടി സംസ്ഥാനത്ത് ഉടനീളം കാണുക കൂടിയാണ്.